നല്ല പുളിയാ. ഉപ്പിടണം, ഉപ്പിട്ട്. ആ ഉപ്പും മുളക് ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് കൂടി അടച്ചോഞ്ഞപ്പോ അങ്ങനെ നോക്കാം. ഇനി പൊട്ടിക്കണ്ടട്ടാ, മൂത്തോടെ ഇതിനെ കായ നല്ലതല്ലേ. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഹസീന ഉബൈദ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിതാ നമ്മൾ അടുപ്പ് ഒരു ക്ലീനിങ് ആണ് കാണിക്കുന്നത്. ഏത് കരി പിടിച്ച അടുപ്പ് ഇതുപോലെ നല്ല വെട്ടി തിളങ്ങും. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ല കരി ഉണ്ടായത്. പിന്നെ നമ്മൾ കുടംപുളിയൊക്കെ നല്ല അടുപ്പൊക്കെ ചൂടുള്ളപ്പോൾ അടുപ്പിൻ്റെ അവിടെയൊക്കെ നമ്മൾ ഉണക്കാടുമായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ കറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് ഇവിടെ ഇതിൽ ഇട്ട് കൊടുക്കുന്നത് സോപ്പ് പൊടിയാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ നല്ല കരിയുണ്ട്. പിന്നെ ഈ ഇരുമ്പിൻ്റെ കറ പോലെ, അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ കുടംപുളി ഇട്ട ഭാഗങ്ങളിൽ ഇവിടെയൊക്കെ കണ്ടില്ലേ നല്ല കറ ഇരുമ്പിൻ്റെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, നല്ല കരിയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് സോപ്പ് പൊടിയാണ്. ഏത് സോപ്പ് പൊടിയാണെങ്കിലും നമ്മൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നല്ല സോപ്പ് പൊടി കുറച്ചിങ്ങനെ വിതറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇതിന് വേണ്ടത് ഇതുപോലെ നമ്മളെ ഈ കമ്പീൻ്റെ ചകിരി ഉണ്ടല്ലോ, അത് വേണം കേട്ടോ. പിന്നെ കുറച്ച് ചാരം വേണം, ചാരം വെണ്ണീറുണ്ടല്ലോ അത്. പിന്നെ ഒരു തുണി ഇങ്ങനെ നനച്ചിട്ട് ആ സോപ്പ് പൊടി ഒന്ന് നമ്മൾ ആദ്യം ഒന്ന് നല്ല പോലെ നനച്ചിടുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ആവശ്യമുണ്ട്. പിന്നെ അപ്പസോഡ ഉണ്ടല്ലോ, നമ്മളെ എന്താ പറയുക ബേക്കിംഗ് സോഡ, അതുകൂടി ഒരു സ്പൂണ് വേണം. അപ്പോൾ വെണ്ണീറിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്ത് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഗ്ലൗസ് ഉണ്ടെങ്കിൽ എല്ലാവരും ഗ്ലൗസ് ഇടാൻ നോക്കണേ. എൻ്റെ ഗ്ലൗസ് ഞാൻ കുറേ തിരഞ്ഞ് നടന്ന് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഇടാത്തത്. അപ്പോൾ ഇത് എല്ലാം കൂടി മിക്സ് ആദ്യം നമ്മൾ സോപ്പ് പൊടി അവിടെ അങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ ഈ വെണ്ണീറും പിന്നെ ബേക്കിംഗ് പൗഡറല്ല ബേക്കിംഗ് സോഡ വിനാഗിരിയും കൂടി ചേർത്ത ഒരു മിശ്രിതം ഉണ്ടല്ലോ, അത് നമ്മൾ ഈ നല്ല അടുപ്പിൻ്റെ ഭാഗങ്ങളിൽ തേച്ച് കൊടുക്കുക കേട്ടോ. ഇത് നല്ല കരിയുള്ള ഭാഗങ്ങളിൽ നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. നമ്മൾ അടുപ്പിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അതൊന്ന് വരുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വെണ്ണീർ എന്താ പറയുക, വെണ്ണീറും ഇതും ചേർന്ന ഈ ഒരു മിശ്രിതം ആ കരിയുള്ള ഭാഗങ്ങളിൽ നല്ല പോലെ ഒന്ന് വരുതി കൊടുക്കുക. പിന്നെ നമ്മൾ ഈ അടുപ്പിൻ്റെ അടപ്പുണ്ടല്ലോ, ആ അടപ്പ് കൂടി നമ്മൾ ഈ മിശ്രിതം ഒന്ന് നമ്മൾ വരുതി ഒന്ന് നല്ല പോലെ ഒന്ന് തേച്ച് വെക്കണേ. ഇത് എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മളിതൊന്ന് തേച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നാലേ നമ്മൾ വിചാരിച്ച ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ അടപ്പൊക്കെ ഒന്ന് ഇങ്ങനെ പിന്നെ ഒന്ന് അതിലൊക്കെ ഒന്ന് ഈ മിശ്രിതം ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം അങ്ങനെ വെച്ച് കൊടുക്കണം. ഈ ഒരു ടൈമിൽ എനിക്ക് നമ്മളെ ഫ്രണ്ട്സുകളോട് പറയാനുള്ളത്, പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എല്ലാവരും നമ്മളെ വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നവർ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് കൊടുക്കണേ. അങ്ങനെ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മളൊന്ന് വെക്കണം. ഞാനൊരു 15 മിനിറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് പിന്നെ വീണ്ടും നമ്മൾ ആ കമ്പി ചകിരി കൊണ്ട് നമ്മൾ നല്ല ഒന്ന് വരുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മളിതൊന്നും ഇങ്ങനെ ചെയ്യണം കേട്ടോ. നമ്മൾ ഈ അടുപ്പൊക്കെ നല്ല വൃത്തിയിലും നല്ല ക്ലീനായി നല്ല തിളക്കത്തിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസം കൂടുമ്പോൾ ഒരാഴ്ച കൂടുമ്പോൾ അടുപ്പിൽ കത്തിക്കണവരൊക്കെ ആണെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ എന്തായാലും ഇതുപോലെ ചെയ്യണം കേട്ടോ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ കമ്പിച്ചകിരി ഇട്ടിട്ട് നല്ല ഒന്ന് വരുതി കൊടുക്കുന്നുണ്ട്. ആ കരിയുള്ള ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ വരുതി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റും. നല്ല പോലെ കരിയൊക്കെ പോകുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ നമ്മളെ വീട്ടിൽ കുമ്പളങ്ങ കായ്ച്ചിരുന്നല്ലോ, ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ കാണിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് പറിക്കുന്ന കുറച്ചൊരു ഇത് കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതുകൂടി കാണണം കേട്ടോ. പിന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അടപ്പിലൊക്കെ ഒന്നിങ്ങനെ വരുതി കൊടുക്കുന്നുണ്ട്. അത് വരുതി നമ്മൾ ആദ്യം വെച്ചിരുന്നല്ലോ, അപ്പോൾ കമ്പിച്ചേരി കൊണ്ട് ഒന്ന് അത് വരുതി കൊടുക്കണേ. അപ്പോൾ ഈ ഭാഗങ്ങൾ ഇത് കണ്ടില്ല, ഇവിടെയൊക്കെ നല്ല ഒരു കരി പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഞാനൊന്ന് പതുക്കെ ഒന്ന് വരുതിയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേനും അതൊക്കെ പോയി നല്ല ക്ലീനായി കെട്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു തുണി വെച്ചിട്ട് ആദ്യം ആ കരിയൊക്കെ ഒന്ന് നമ്മളിങ്ങനെ തുടച്ചെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ വേറെ ഒരു വലിയ തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ മൊത്തം കരിയൊക്കെ അതിലായി പോകുമല്ലോ. അപ്പോൾ ചെറിയ എന്തെങ്കിലും ഒഴിവാക്കി എന്തെങ്കിലും ഒരു തുണി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ആ കരിയൊക്കെ ഒന്ന് നമ്മൾക്കൊന്ന് തുടച്ചെടുക്കാം.
അടുത്തതായിട്ട് നമ്മളിതാ ഒരു നല്ലൊരു കോട്ടൻ്റെ ഒരു തുണി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. നല്ല ഉണങ്ങിയ തുണി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ നല്ല ഒരു തിളക്കമൊക്കെ നമ്മൾക്ക് ഇതിന് കിട്ടും കേട്ടോ. നമ്മളെ അടുപ്പൊക്കെ നല്ല, ഇപ്പോൾ ഇത് കണ്ടില്ല, നല്ല ഉണ്ട്. പക്ഷേ ഒരു കുറച്ച് കരി പോലെ തോന്നുന്നുണ്ട്. അത് നമ്മൾ ആദ്യം നമ്മൾ എല്ലാവരും കൂടെ ആയ അവസരത്തിൽ അടുപ്പിൽ തന്നെ അങ്ങനെ കുറേ കത്തിച്ചിട്ട്, അന്ന് വീട് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് പണിക്കാർക്കൊക്കെ അങ്ങനെ അടുപ്പിലൊക്കെ കത്തിച്ചിട്ട് അന്നത്തെ ആ ഒരു ഇതാണ്, ആ ഒരു കരി തീരെ അങ്ങോട്ട് പോകണില്ല. എന്നാലും ഇത് ക്യാമറയിൽ കണ്ടിട്ട് അങ്ങനെ തോന്നുക കേട്ടോ, അത്ര ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് നേരിട്ട് കാണുമ്പോൾ അത്ര ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ നമ്മളെ കമൻറ്റ് ബോക്സിൽ. വീട്ടിൽ കുടംപുളി ഉണ്ടായിരുന്നു. അപ്പോൾ കുടംപുളി അടുപ്പ് കത്തിച്ചാൽ ചൂടാകുമ്പോൾ ഇവിടെ അങ്ങനെ വെച്ചെടുക്കും. അങ്ങനെ ഇവിടെ ഇത് വന്നത് കേട്ടോ. ഇത് കുറച്ച് ഇത് കണ്ട് നല്ലപോലെ വരുത്തിയിട്ടും ആ ഒരു കറ അങ്ങോട്ട് പോകണില്ല. അതിൽ കുറേയൊക്കെ ഇതാ നല്ല ക്ലീനായിട്ടുണ്ട്, തിളങ്ങുന്നുണ്ട്. ഈ തെങ്ങിതാ ഇതുമേലാണ് കയറ് കെട്ടിയിരുന്നത്. അപ്പോൾ കയറ് പൊട്ടി വീണു. ഇത് പൊട്ടിക്കല്ലേ? ഇതുപോലെ ഇതുണ്ടാവും, ആര് പോലെ ഉണ്ടാവുമോ? ഉണ്ട്. കൈമ തട്ടൂലേ? കുത്തൂല. ഇല്ല, ഇവിടുന്നൊക്കെ ഇത് പൊയ്ക്കുന്ന കൂടി കത്രിക. അപ്പൊ രണ്ടും വെക്കണ. ഇത് കാണാൻ ഇതാക്കണ്ടേ പൊട്ടത്തിയാണ്, അത് തൂങ്ങി നിക്കല്ലേ. വള്ളി പൊട്ടി അല്ല ഇതെവിടെങ്കിലും ഒന്ന് കെട്ടിക്കൊടുത്താൽ എന്താണ് പൊള്ളാട്ട് വായാട്ട് താങ്കി നല്ല രസമുണ്ട്. ആദ്യം അതെ. ഓ നല്ല പുളിയാ. ഉപ്പിടണം, ഉപ്പിട്ടത്. ആ ഉപ്പും മുളക് ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് അറം കൂടി അടക്കം പോവാ. അങ്ങനെ നോക്കാം. ഇനി പൊട്ടിക്കണ്ട, മൂത്താണ്. ഇതിനെ കായ നല്ലതല്ലേ. നമ്മളെ വീട്ടിൽ നല്ല ജാതിക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഇപ്പോൾ എല്ലാതും നല്ല മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ജാതിക്ക പൊട്ടിച്ചിട്ട് കുട്ടികൾക്കൊക്കെ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ നമ്മളെ കുമ്പളമൊക്കെ രണ്ടും വള്ളി പൊട്ടിയിട്ട് അങ്ങനെ വീണതായിരുന്നു. അപ്പോൾ അത് മുറിച്ച് എല്ലാവർക്കും കൊടുക്കുക. ഞാൻ അതെടുത്തത്, അത് മുറിക്കണ്ടേ? ഇപ്പോൾ രണ്ടാൾക്കായി. നല്ല തീരുമാനമായിരുന്നു. നമുക്ക് പച്ചക്കറിയേ ഇഷ്ടമല്ല. ഇവരവിടെ അതൊക്കെ കൂട്ടി മടുത്ത് വരികയല്ലേ. ഒന്ന് മുറിച്ചിട്ട് നാലാൾക്ക് ഇനി ഇതൊന്ന് മുറിക്കാം. അതിപ്പോൾ എത്ര ആൾക്ക് കൊടുത്ത്? 1 2 3 4 ആൾക്ക് ഒരു കഷ്ണം. ഓ, ഇതിപ്പോൾ ഒരു സാധനം ഉണ്ട്, കൈമ തട്ടുമല്ലേ. ഇവിടെ ഇതാണ് ആ ഒരു ഇതുണ്ടായിരുന്നത്. അതിലെ കുറച്ചും കൂടി ആവാണ്ട്, ആ വള്ളി പൊട്ടിയോണ്ടാണ്. ഒന്നും കൂടി മൂക്കാണ്ടല്ലേ. അങ്ങനെ നമ്മളെ കുമ്പളം കട്ട് ചെയ്തിട്ട് നമ്മളെ അയൽവാസിയിലുള്ളവർക്കും നമ്മളെ അനിയന്മാരെ വീട്ടിലേക്കൊക്കെ അങ്ങനെ കൊടുത്തിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം. പിന്നെ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.